ഇതിനായിട്ട് 1/2 കിലോ ചെമ്മീൻ. ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ചെമ്മീനാണ്, ഈ വലിപ്പമുള്ളത്. പിന്നെ വേണ്ടത് പുളിക്ക് ആവശ്യമുള്ള മാങ്ങ, കുറച്ച് മുരിങ്ങയ്ക്ക. ഇത് ഒരു 2 എണ്ണം ഉണ്ട് കേട്ടോ, ചെറിയ മുരിങ്ങയ്ക്കായിരുന്നു. 12 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് അതിങ്ങനെ ചീന്തി അരിഞ്ഞേക്കാണ്. ഇതിനൊരു അരപ്പുണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു 1 കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. അത് തിക്കിയൊന്നുമല്ല എടുത്തേക്കുന്നത് ഉണ്ടോ, ഇതുപോലെയാണ് തേങ്ങ എടുത്തേക്കുന്നത് കേട്ടോ. ഇത് നല്ല ഫ്രഷ് തേങ്ങ ആയിരിക്കണം. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഉള്ളിയിൽ നിന്ന് 2 ഉള്ളി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലി, 2 വറ്റൽമുളക് അത് പൊട്ടിച്ചിടാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെറിയ ഉള്ളി തന്നെ ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. സവാള ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു നമുക്കൊരു നാടൻ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇത് എണ്ണയിൽ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇപ്പോൾ അതാ നമ്മൾ ചേർത്തിരിക്കുന്ന ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർക്കാം. മുരിങ്ങയ്ക്ക് വണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ 1-2 മുറിച്ചിടാം കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് മാങ്ങ ചേർക്കേണ്ട. മുരിങ്ങയ്ക്ക ഒന്ന് കുറച്ച് വെന്തതിന് ശേഷം ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക മൂത്തിട്ടുണ്ട്, മുരിങ്ങയ്ക്ക വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങയ്ക്ക വേകാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആകും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണം മാങ്ങ ചേർക്കാം. മാങ്ങയും കൂടെ ഒന്ന് വേകട്ടെ കേട്ടോ. അടച്ചു വെക്കാം. അതൊരു 2-3 മിനിറ്റൊക്കെ ഒന്ന് ആയാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ മാങ്ങയും വേകും. അപ്പോൾ മുരിങ്ങയ്ക്ക് അതുപോലെ തന്നെ ഒരു 2 മിനിറ്റൊക്കെ വേവിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ മാങ്ങ ഒന്ന് വെന്തിട്ട് അതിൽ നിന്ന് പുളി ഇറങ്ങണം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പം മാങ്ങ ഒരു 2 മിനിറ്റ് നേരത്തേക്കൊക്കെ ഒന്ന് വേവിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. തുറന്നു നോക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മാങ്ങയും വെന്തിട്ടുണ്ട്. ഇപ്പോൾ ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങക്കായും ഒക്കെ വെന്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർക്കാം. ചെമ്മീൻ ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ചെമ്മീൻ വേകാൻ അധികം സമയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എന്താ വെച്ചാൽ ഇതിൽ ചേർത്തേക്കണം മാങ്ങയും മുരിങ്ങയ്ക്കയും ചെമ്മീനും ഒക്കെ പെട്ടെന്ന് തന്നെ വേകുന്ന ഐറ്റംസ് ആട്ടോ. ഇതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ചേർക്കാം. അപ്പോൾ ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് ഇതിനകത്ത് വെള്ളം ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇതൊന്ന് തിളച്ചാൽ മതി. എന്നുവെച്ചാൽ ചെമ്മീൻ വേകാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ചെമ്മീൻ പെട്ടെന്ന് തന്നെ വേകും. അധിക സമയം നമ്മളിട്ട് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ ഒരു റബ്ബർ കണക്കായി പോകും. അരപ്പ് ചേർത്തതിന് ശേഷം ഇത് അടച്ചു വെക്കണ്ട കേട്ടോ. തേങ്ങ അരച്ചേർത്തേക്കല്ലേ, അത് തിളച്ചൊഴുകും, പിന്നെ ഇത് പിരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ആ അരപ്പൊന്ന് വേകണം. അപ്പോൾ നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലെയിമിലാണ് 5 മിനിറ്റ് ആയത് കേട്ടോ. അതിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതുപോലെ ആയിട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറുത്തിടണം. ഇനി ഇതിൻ്റെ ഇനി ചെമ്മീൻ കറിയിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിടണം. ഒന്നെങ്കിൽ കടുക് പൊട്ടിച്ച് ചേർക്കോ അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണയോ ചേർക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ കൂടുതലും കടുക് പൊട്ടിച്ച് ഇടുക ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്,
ഒരു ചെറിയ ഉള്ളി കുഞ്ഞിതായിട്ട് അരിഞ്ഞത്, ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമ്മൾ കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കറിയിലേക്ക് ഒഴിക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചെമ്മീനും മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടെയുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും പിന്നെ പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ്. ഇപ്പോൾ നമ്മൾ മാങ്ങ ചേർത്തതിന് പകരം കുടംപുളി ചേർത്തിട്ടും ഉണ്ടാക്കാം കേട്ടോ ഇതുപോലെ തന്നെ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.